ഒരു നല്ല ആർട്ടിസ്റ്റ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ആക്ച്വലി അത് ആർട്ട് സ്കില്ലിലല്ല ഇരിക്കുന്നത്. കാരണം ഞാൻ ചില ആർട്ടിസ്റ്റുകൾ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലർക്കും ഇന്നും ഒരു ആർട്ട് വർക്ക് പോലും വിൽക്കാനായിട്ട് പറ്റിയിട്ടില്ല. അറ്റ് ദി സെയിം ടൈം അവരെക്കാളൊക്കെ സ്കില്ല് പറഞ്ഞ ചില ആർട്ടിസ്റ്റുകൾ മന്ത്ലി വലിയ ഇൻകം ആർട്ടിലൂടെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി എന്താ വ്യത്യാസം? ഒരു കാറ്റഗറി ആർട്ടിസ്റ്റുകൾ ആർട്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റേ കാറ്റഗറി അവരുടെ ആർട്ട് വർക്കുകൾ ആളുകളിലോട്ട് പ്രോപ്പറായിട്ട് എത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രോസസ്സ് കാണിക്കും, അവരുടെ സ്റ്റോറികൾ പറയും, തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്യും. അവരുടെ ഓരോ ആർട്ട് വർക്കുകളും ഓരോ കണ്ടന്റ് ആക്കി മാറ്റും. മികച്ച രീതിയിൽ ആർട്ട് വർക്കുകൾ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ടൈമല്ല ഇപ്പോൾ. ആർട്ടിസ്റ്റുകൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വിസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലേ. ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് ആയിട്ട് ആരും അറിയാതെ തുടരാം, അവർ നിങ്ങളുടെ ആർട്ട് വർക്കുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ടാലന്റ് ഗെറ്റ് റെസ്പെക്ട്, വിസിബിലിറ്റി ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. വെറുതെ എപ്പോഴെങ്കിലും മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ആവില്ല. ഞാൻ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് 1.5 മണിക്കൂർ ക്ലാസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടാണ്. എന്റെ ബയോയിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തൊന്ന് കണ്ടു നോക്കും. കൂടുതൽ ആർട്ടിലേറ്ററിലായ കണ്ടന്റ് ഫോളോ ചെയ്ത് നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടിനെ ഷെയർ ചെയ്ത് കൊടുക്കും. ഒരു നല്ല ആർട്ടിസ്റ്റ് ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? ആക്ച്വലി അത് ആർട്ട് സ്കില്ലിലല്ല ഇരിക്കുന്നത്. കാരണം ഞാൻ ചില ആർട്ടിസ്റ്റുകൾ അടിപൊളിയായിട്ട് വരയ്ക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലർക്കും ഇന്നും ഒരു ആർട്ട് വർക്ക് പോലും വിൽക്കാനായിട്ട് പറ്റിയിട്ടില്ല. അറ്റ് ദി സെയിം ടൈം അവരെക്കാളൊക്കെ സ്കില്ല് പറഞ്ഞ ചില ആർട്ടിസ്റ്റുകൾ മന്ത്ലി വലിയ ഇൻകം ആർട്ടിലൂടെ തന്നെ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ആക്ച്വലി എന്താ വ്യത്യാസം? ഒരു കാറ്റഗറി ആർട്ടിസ്റ്റുകൾ ആർട്ട് മാത്രമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മറ്റേ കാറ്റഗറി അവരുടെ ആർട്ട് വർക്കുകൾ ആളുകളിലോട്ട് പ്രോപ്പറായിട്ട് എത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. അവരവരുടെ പ്രോസസ്സ് കാണിക്കും, അവരുടെ സ്റ്റോറികൾ പറയും, തുടർച്ചയായിട്ട് പോസ്റ്റ് ചെയ്യും. അവരുടെ ഓരോ ആർട്ട് വർക്കുകളും ഓരോ കണ്ടന്റ് ആക്കി മാറ്റും. മികച്ച രീതിയിൽ ആർട്ട് വർക്കുകൾ മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന ടൈമല്ല ഇപ്പോൾ. ആർട്ടിസ്റ്റുകൾക്ക് ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന വിസിബിലിറ്റിയാണ്. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ആണല്ലേ. ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ് ആയിട്ട് ആരും അറിയാതെ തുടരാം, അവർ നിങ്ങളുടെ ആർട്ട് വർക്കുകൾ ലോകത്തിന് മുന്നിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. ടാലന്റ് ഗെറ്റ് റെസ്പെക്ട്, വിസിബിലിറ്റി ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ്. വെറുതെ എപ്പോഴെങ്കിലും മാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട ഇതിനൊരു സൊല്യൂഷൻ ഒന്നും ആവില്ല. ഞാൻ ഇതെല്ലാം എങ്ങനെ ചെയ്യുന്നുള്ള വളരെ സിമ്പിൾ ആയിട്ട് 1.5 മണിക്കൂർ ക്ലാസ് ആയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ ബയോയിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്തൊന്ന് കണ്ടു നോക്കും. കൂടുതൽ ആർട്ടിലേറ്ററിലായ കണ്ടന്റ് ഫോളോ ചെയ്ത് നിങ്ങളുടെ ആർട്ടിസ്റ്റ് ഫ്രണ്ടിനെ ഷെയർ ചെയ്ത് കൊടുക്കും.